ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഐഫോൺ ടിപ്പാണ് പറയുന്നത്. മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാനിവിടെ കൊടുക്കുക. നിങ്ങളെല്ലാവരും ഒന്ന് പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ചില പ്രത്യേക നമ്പറുകളിൽ നിന്ന് വരുന്ന കോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെ കയ്യിൽ ഫോൺ ഇല്ലാത്ത സമയത്ത്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാറിലാണെങ്കിൽ കാറിൽ വെക്കും, അതുപോലെ ബൈക്കിലാണെങ്കിൽ പോക്കറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കോളാണെങ്കിൽ അത് പിന്നീട് ഇഗ്നോർ ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ കോൾ തിരിച്ച് വിളിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില കോളുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട കോളുകളായിരിക്കും. അങ്ങനത്തെ ചില സ്പെഷ്യൽ നമ്പറുകൾ നമുക്ക് അതിൻ്റെ വൈബ്രേഷൻ മോഡ് കസ്റ്റം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ വിളിക്കുന്ന സമയത്ത് ആ വൈബ്രേഷൻ മോഡ് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്താക്കാം, അവരാണ് വിളിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും ആ ഒരു കോൾ ആൻസർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. വളരെ നല്ലൊരു ടിപ്പാണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് മൊബൈൽ സ്ക്രീനിലേക്ക് പോയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഫോൺ എടുത്തതിന് ശേഷം നിങ്ങളൊരു കോൺടാക്റ്റ് ഓപ്പൺ ആക്കുക. കോൺടാക്റ്റിലേക്ക് പോയിട്ട് നിങ്ങൾ ഏത് കോൺടാക്റ്റ് ആണോ കസ്റ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോൺടാക്റ്റ് എടുത്തിട്ട് അതിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ റിംഗ് ടോൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാനുണ്ടാവും. അവിടെ റിംഗ് ടോൺ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ കാണാം വൈബ്രേഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്ത് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ വൈബ്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഈ രീതിയിൽ ടച്ച് ചെയ്തിട്ട് എന്താക്കുക, നിങ്ങൾ കസ്റ്റം ചെയ്യുക. ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കസ്റ്റം ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് അടിക്കാം. എന്നിട്ട് സേവ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വൈബ്രേഷൻ മോഡിന് എന്ത് പേരും കൊടുക്കുക. തൽക്കാലം ഏതെങ്കിലും ഒരു പേര് കൊടുത്തതിന് ശേഷം സേവ് അടിക്കാം. സേവ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കസ്റ്റം ചെയ്ത വൈബ്രേഷൻ മോഡ് ഇവിടെ കാണാൻ പറ്റും. അതിൽ സെലക്ട് ആയിട്ടുണ്ടാവും. എന്നിട്ട് റിംഗ് ടൂൺ പിറകു ബാക്കിലേക്ക് വരിക. അതിനുശേഷം ഡൺ അടിക്കാം. ഡൺ അടിച്ച് കഴിഞ്ഞ് ഒന്നുകൂടിയും ഡൺ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ നമ്പറിൽ നിന്ന് കോൾ വരുന്ന സമയത്ത് നിങ്ങൾ ഈ കസ്റ്റം ചെയ്ത് വെച്ച ഈ ഒരു വൈബ്രേഷൻ മോഡ് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നമ്പറുകൾ ഏത് രീതിയിലാണ് നിങ്ങൾ വൈബ്രേഷൻ മോഡ് കൊടുത്തത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ടിപ്പ് മനസ്സിലായെന്ന് കരുതുന്നു. വളരെ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണ്. ഇതുപോലെ ഇനിയും ഒരുപാട് ടിപ്പുമായിട്ട് ഞാൻ വരും. അതുപോലെ ഇൻഫർമേറ്റീവായിട്ട് ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് നിർബന്ധമാണ്. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അടിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.